Friends, welcome back to one more session with Teach Kerala. നമ്മൾ ഈ വീഡിയോയിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ ജെഇ മെയിൻസിന്റെ അഡ്വാൻസിന്റെ ടോപ്പിക്സ് പഠിക്കുകയാണ്. അപ്പോൾ ഇതിനു മുന്നേ എല്ലാവരും തന്നെ NCERT പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒന്ന് ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് നമുക്കറിയാം കോമ്പിനേഷൻ അല്ലെ. നമുക്കറിയാം പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതില് ഓർഡർ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നമുക്ക് സെലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പെർമ്യൂട്ടേഷനിൽ അറേഞ്ച്മെന്റ് ആണ്, അതിൽ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പിനേഷൻ സെലക്ഷൻ ആണ്, അതിൽ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പെർമ്യൂട്ടേഷനെയും കോമ്പിനേഷൻ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ക്വിസ് ടീം ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ ഇമ്പോർട്ടന്റ്? അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ആ ക്വിസ് ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ ആരെവിടെ ഇരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലാണോ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ആരാണ് ടീമിന്റെ കണ്ടന്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ അറേഞ്ച്മെന്റ് എവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? നിങ്ങളിപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ എല്ലാം കൂടെ ഒരു അസംബ്ലിക്ക് നിർത്തുവാണെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിർത്തുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ? അവിടെ അറേഞ്ച്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും അല്ലെ. ഇതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. പിന്നെന്താണ്? പിന്നെ നമ്മൾക്ക് കോൺസെപ്റ്റ് 1, ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്തെന്ന് പറയുന്നത്, ഇഫ് വൺ വർക്ക് ക്യാൻ ബി ഡൺ ഇൻ m ways followed by that another work can be done in n ways, then the total number of ways of doing both the works together എന്ന് പറയുന്നത് എന്താണ്? m into n ആണ്. ഇതല്ലേ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇഫ് വൺ work can be done in m ways, after completing that another work can be done in n ways, then the total number of ways of doing both the works together is m into n. ഈ കാര്യം പിടികിട്ടിയല്ലോ. ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 2 ഷർട്ട് ഉണ്ടെന്ന് വെച്ചോ, അയാൾക്ക് 3 പാൻസും ഉണ്ടെന്ന് വെച്ചോ. അയാൾ ഒരു കല്യാണത്തിന് എത്ര രീതിയിൽ പോകാൻ പറ്റും? ഷർട്ട് 1ഉം പാന്റ് 1ഉം ഇട്ട് പോകാം, ഷർട്ട് 1ഉം പാന്റ് 2 ഇട്ട് പോകാം, ഷർട്ട് 1ഉം പാന്റ് 3 ഇട്ട് പോകാം. അല്ലെങ്കിൽ ഷർട്ട് 2ഉം പാന്റ് 1ഉം, ഷർട്ട് 2ഉം പാന്റ് 2ഉം, ഷർട്ട് 2ഉം പാന്റ് 3ഉം. ഇങ്ങനെ ടോട്ടൽ 6 രീതിയിൽ ഇയാൾക്ക് കല്യാണത്തിന് പോകാൻ സാധിക്കില്ലേ അല്ലെ. സോ ഇതൊരു എക്സാമ്പിൾ ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. ഇങ്ങനെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ പല മോഡലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്തതായിട്ട് പല മോഡലിലെ ക്വസ്റ്റ്യൻസ് ഇതിനെ കുറിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് മോഡൽ 1ലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് a person can travel from Kollam to Kottayam via Kayamkulam. Okay. അപ്പൊ ഒരാൾക്ക് കൊല്ലത്ത് നിന്ന് നമുക്ക് കോട്ടയത്തേക്ക് പോകണം. ഓക്കെ, ഒരാൾക്ക് കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകണം. അതിൽ 2 രീതിയിൽ പോകാൻ. പലരും അടൂർ വഴി പോകും, പലരും അല്ലെങ്കിൽ കായംകുളം വഴി പോകും. ഇത് 2 വഴികളാണ്, അറിയാം. ഇപ്പം പിന്നെയും ഒരു കാര്യം എന്ന് പറയുന്നത്, കൊല്ലത്ത് നിന്ന് കായംകുളത്തേക്ക് എത്താൻ 3 വഴികളുണ്ടെന്ന് വെക്കുക. അതേപോലെ തന്നെ കായംകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ ഡിഫറെന്റ് 4 വഴികളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രീതിയിൽ ഒരാൾക്ക് കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയത്തേക്ക് പോകാം? കൊല്ലത്ത് നിന്ന് കായംകുളം വരെ എത്താൻ 3 വഴികൾ, ഫോളോഡ് ബൈ ദാറ്റ് വീണ്ടും നമുക്ക് 4 ചോയ്സസ് ഉണ്ട്. അതിൽ നിന്നും സെലക്ട് ചെയ്യണം. 3 into 4 12 എന്ന് വരത്തില്ലേ? ഇത്രയും രീതിയിലല്ലേ നമ്മള് കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകേണ്ടത്. So number of ways a person can travel from Kollam to Kottayam via Kayamkulam, provided there are 3 different ways to reach from Kollam to Kayamkulam and 4 different ways to reach from Kayamkulam to Kottayam. അങ്ങനെയാണെങ്കിൽ 3 into 4 12 എന്ന് വരും അല്ലെ. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളിൽ നിന്ന്, if there are 6 roads between places A and B and 4 routes between B and C, how many ways one can travel from A to C via B? ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ഒരാൾ സിയിലേക്ക് പോവുകയാണ് B വഴി. പ്രൊവൈഡഡ് എക്കും ബിക്കും ഇടയിൽ 6 വഴികളുണ്ട്. 1 2 3 4 5
ആറ് വഴികളുണ്ട് എക്കും ബിക്കും ഇടയിൽ. എക്കും ബിക്കും ഇടയിൽ 6 വഴികളുണ്ട്. ബിക്കും സിക്കും ഇടയിൽ നമുക്ക് 4 വഴികളുണ്ട്. 1 2 3 4 വഴികളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഒരാൾക്ക് എയിൽ നിന്ന് സിയിലേക്ക് പോവാം? എയിൽ നിന്ന് ബിയിലേക്ക് 6 വഴി, followed by that ബിയിൽ നിന്ന് സിയിലേക്ക് 4 വഴി. So the answer will be 6 into 4, which is 24 will be the correct answer. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രം എ ടു സി ആൻഡ് ബാക്ക് ടു എ, അവിടെ നിന്ന് ബാക്ക് ടു എ. ഇപ്പൊ നമുക്കറിയാം എയിൽ നിന്ന് സിയിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര വഴികളുണ്ടായിരുന്നു? 1 2 3 4 5 6 വഴികൾ. ബിയിൽ നിന്ന് സിയിലേക്ക് 4 വഴി അല്ലെ? അപ്പൊ ടോട്ടൽ എയിൽ നിന്ന് സിയിലേക്ക് എത്തി തിരിച്ച് എയിലേക്ക് വരാനായിട്ട് എത്ര വഴികൾ? എയിൽ നിന്ന് ബിയിലേക്ക് 6 വഴി, ബിയിൽ നിന്ന് സിയിലേക്ക് 4 വഴി. സോ 6 into 4 ഇവിടെ എത്തി. ഇനി സിയിൽ നിന്ന് ബിയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ 4 വഴി, ആ ബിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ 6 വഴി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 6 into 4 into 4 into 6 എന്ന് പറയുന്നത് ശരി ഉത്തരം വരും. ദാറ്റ് ഈസ് സെയിം ആസ് 6 into 4 the whole square, which is 24 square, which is 576. കാര്യം മനസ്സിലായോ? എയിൽ നിന്ന് സിയിലേക്ക് ചെന്നതിന് ശേഷം തിരിച്ച് എയിലേക്ക് എത്ര രീതിയിൽ വരാം? 6 into 4 രീതിയിൽ നമുക്ക് സി വരെ എത്താം. അവിടെ നിന്ന് തിരിച്ച് ബിയിലേക്ക് വീണ്ടും 4 രീതിയിൽ, ബിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും 6 രീതിയിൽ. ഇത്രയും രീതിയിൽ നമുക്ക് എത്താൻ പറ്റും അല്ലെ? പിന്നെ ഇതിന്റെ തന്നെ വീണ്ടും മൂന്നാമതൊരു പാർട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ ട്രാവൽ ഫ്രം എ ടു സി ആൻഡ് ബാക്ക് ടു എ without using the same road twice? Without using the same road twice. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എയിൽ നിന്ന് സിയിലേക്ക് എത്തി ബി വഴി, എയിൽ നിന്ന് ബിയിലേക്ക് 6 രീതിയിൽ 3 4 5 6, ബിയിൽ നിന്ന് സിയിലേക്ക് 4 രീതിയിൽ. ഇത്രയാണ് നമുക്കറിയാം അല്ലെ? ഇവിടെ 6 ഇവിടെ 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എയിൽ നിന്ന് സി വരെ എത്താൻ 4 രീതിയിൽ, 6 into 4. എയിൽ നിന്ന് ബി വരെ 6 രീതിയിൽ, ഫോളോഡ് ബൈ ദാറ്റ് ബിയിൽ നിന്ന് സിയിലേക്ക് 4 രീതിയിൽ. പക്ഷെ തിരിച്ചു വരുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ? ഈ ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ ഏത് വഴി ഉപയോഗിച്ചോ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തിരിച്ചു വരാൻ എത്ര ഓപ്ഷൻസ് ആവുള്ള? 4 അല്ല 3. ഫോളോഡ് ബൈ ദാറ്റ് ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ 6 വഴികളുണ്ടോ? ഇല്ല, 5 വഴികളേ ഉള്ളൂ. കാരണം എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ ഏത് വഴി ഉപയോഗിച്ചോ അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ഇപ്പൊ നമ്പർ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ മറന്നു പോകും. അപ്പൊ എടുക്കണം. എന്തുകൊണ്ടാ 3? ഇവിടേക്ക് ഉപയോഗിച്ച റൂട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ 5? ഇവിടെ നിന്ന് ഇവിടേക്ക് യൂസ് ചെയ്ത റൂട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ്. സോ ദിസ് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ. സോ ദിസ് ഇസ് 15 into 24, which happens to be 320. അപ്പൊ 320 എന്നുള്ള ഉത്തരം, സോറി 320 അല്ല, നമുക്ക് 360 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 360 എന്നുള്ള ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ആദ്യത്തെ മോഡൽ കണ്ടു, ട്രാവലിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത മോഡൽ 2 സിനിമ കാണുന്ന ചോദ്യമാണ്. ഓക്കെ, സിനിമ കാണൽ. ഓക്കെ, ഇപ്പൊ ഒരാള് ആവേശം മൂവി കാണാനായിട്ട് ഒരു തിയേറ്ററിൽ പോയി. അതിന്റെ സ്ക്രീൻ ഇവിടെയാണ്, അതിന് 5 എൻട്രികളുണ്ട്. എൻട്രി 1, എൻട്രി 2, എൻട്രി 3, എൻട്രി 4, എൻട്രി 5. 5 എൻട്രികൾ. കാര്യം മനസ്സിലായല്ലോ? സോ ഒരു ടി വി സ്ക്രീനിലേക്ക് 5 ഡിഫറെന്റ് എൻട്രീസ് ഉണ്ട്. So number of ways a person can watch a movie. See, number of ways in which a person can watch a movie എന്ന് പറയുന്നത് എങ്ങനെ, കാല് പൊക്കി വെച്ചിട്ട് വാച്ച് ചെയ്യുകയാണോ, അതോ തലയും ചൊറിഞ്ഞുകൊണ്ട് വാച്ച് ചെയ്യുകയാണോ, അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത്. എത്ര രീതിയിൽ എൻ്റർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. എൻ്റർ ചെയ്യാനായിട്ട് എത്ര റൂട്ടുകളുണ്ട്? 5 റൂട്ട്. തിരിച്ചിറങ്ങാൻ എത്ര റൂട്ടുണ്ട്? 5 റൂട്ട്. സോ ഇപ്പൊ E1 കൂടെ കയറി E3 കൂടെ ഇറങ്ങാം, അല്ലെങ്കിൽ E1 കൂടെ കയറി E1 കൂടെ തന്നെ ഇറങ്ങാം, E2 കൂടെ കയറി E5 കൂടെ ഇറങ്ങാം. അങ്ങനെ കുറെ ചോയ്സസ് ഇല്ലേ? അപ്പൊ കേറാനായിട്ട് 5 ചോയ്സ്, ഫോളോഡ് ബൈ ഇറങ്ങാനായിട്ടും 5 ചോയ്സ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ വാച്ച് ദ മൂവീസ് ഇസ് 25 ഡിഫറെന്റ് വേസ്. കാര്യം പിടികിട്ടിയോ? അതെ. ഇതിന്റെ തന്നെ ബി പാർട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇഫ് എൻട്രി ആൻഡ് എക്സിറ്റ് കനോട്ട് ബി സെയിം, എൻട്രി ആൻഡ് എക്സിറ്റ് നോട്ട് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? എൻട്രിക്ക് എത്ര വഴിയുണ്ട്? 5. ഫോളോഡ് ബൈ ദാറ്റ് എക്സിറ്റിന് ഏത് വഴിയിൽ കൂടെ എൻ്റർ ചെയ്തോ ആ വഴി വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 4 വഴിയേ ഉള്ളൂ. 5 into 4, which is 20 will be the correct answer. So entry and exit not same ആണെങ്കിൽ answer will be 5 into 4, which is 20. At the C, if E1 and E3 not allowed for exit,
ഓക്കെ, എൻട്രിക്ക് കണ്ടീഷൻ വല്ല ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ എൻട്രി എത്ര രീതിയിൽ ചെയ്യാം? 5 രീതിയിൽ. എക്സിറ്റില് E1 ഈ എൻട്രി 1 എൻട്രി 3 യൂസ് ചെയ്യാൻ പറ്റില്ല, അതായത് 3 രീതിയിലേ പറ്റൂ. സോ ദി ആൻസർ വിൽ ബിക്കം 5 into 3 which is 15 will be the correct answer. കാര്യം പിടിയോ? 5 into 3 15. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ 3. ഇത് ടോസിംഗ് എ കോയിൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 2 കോയിൻ ടോസ് ചെയ്ത് എന്തൊക്കെ പോസിബിലിറ്റി വരാം? 2ഉം ടെയിൽ വരാം, 2ഉം ഹെഡ് വരാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡും സെക്കൻഡ് ടെയിലും, അല്ലെങ്കിൽ ഫസ്റ്റ് ടെയിലും സെക്കൻഡ് ഹെഡും. ടോട്ടൽ 4 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? സോ 2 കോയിന്റെ കേസിൽ 4 പോസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എങ്ങനെ എഴുതുന്നത്? 2 കോയിൻ ഉള്ളത് കൊണ്ട് നമ്മൾ 2 ബോക്സ് എന്ന് തുറക്കാം. ആദ്യത്തെ ബോക്സിൽ എത്ര ചോയ്സസ് ഉണ്ട്? അതായത് ആദ്യത്തെ കോയിൻ എത്ര ചോയ്സസ് ഉണ്ട്? 2 ചോയ്സ്, ഹെഡ് ആകാം ടെയിൽ ആകാം. ഫോളോഡ് ബൈ ദാറ്റ് രണ്ടാമത്തെ കോയിൻ എത്ര ചോയ്സസ് ഉണ്ട്? അതും 2 രീതിയിൽ, 2. സോ 2 രീതിയിൽ. സോ ദി ആൻസർ വിൽ ബി 2 into 2 which is 4 will be the answer. Okay, so number of possible outcomes in tossing 2 coins. ഇപ്പൊ 3 coins ടോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ 3 ബോക്സ് എന്ന് തുറക്കും. ആദ്യത്തെ കോയിന് 2 ചോയ്സ്, രണ്ടാമത്തെ കോയിന് 2 ചോയ്സ്, മൂന്നാമത്തെ കോയിന് 2 ചോയ്സ്. സോ ദി ആൻസർ വിൽ ബിക്കം 2 into 2 into 2 which is 2 cube which is 8 will be the answer. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 കോയിൻ ചെയ്താലോ 2 raised to 4 16 എന്ന് വരും. 10 കോയിൻ ചെയ്താലോ 2 raised to 10 1024 എന്ന് വരും അല്ലെ? 1024 അല്ലെ? 2 raised to 10. Yes, 1024 എന്ന് ശരി ഉത്തരം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കാര്യം പിടിയിട്ടിയല്ലോ. സോ ദിസ് ഇസ് 2 raised to 10 രീതിയിൽ 10 കോയിൻ ഉണ്ടെങ്കിൽ. അപ്പോ n കോയിൻസ് ടോസ് ചെയ്ത എത്ര ഔട്ട്കംസ് പോസിബിൾ ആണ്? 2 raised to n ഔട്ട്കംസ് പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്പർ ഓഫ് വേസ് ഓഫ് ലൈറ്റിംഗ് എ റൂം. നിങ്ങളിപ്പോ ഒരു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൽ 5 ട്യൂബ്സ് ഉണ്ടെന്ന് വെച്ചു. ഒരു റൂം എത്ര രീതിയിൽ നമുക്ക് ലൈറ്റ് ചെയ്യാം? 5 എണ്ണവും ഓണാക്കി വെച്ചിട്ട് ലൈറ്റ് ചെയ്യാം, ഒരെണ്ണം ഓണായി കിടന്നാലും ലൈറ്റ് ചെയ്യാം. അപ്പൊ ഒരു 5 ട്യൂബ്സ് ഉള്ള ഒരു റൂം ലൈറ്റഡ് ആവണമെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? ഒരു ബൾബെങ്കിലും ഓൺ ആയിരിക്കണം. അപ്പോ നമുക്ക് 5 ബൾബ്സ് ഉണ്ട്. ഈച്ച് ബൾബിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? ഈച്ച് ബൾബിന് 5 പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ബൾബ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആകാം, സെക്കൻഡും ഓൺ അല്ലെങ്കിൽ ഓഫ് ആകാം, തേർഡും ഓൺ അല്ലെങ്കിൽ ഓഫ് ആകാം. സോ ഫസ്റ്റ് എണ്ണത്തിന് 2 ചോയ്സ്, സെക്കൻഡ് എണ്ണത്തിന് 2 ചോയ്സ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. സോ ടോട്ടൽ 2 raised to 5, അതായത് 32 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? 5 ബൾബ് ഉണ്ടെങ്കിൽ ആ 5 ബൾബുകൾക്ക് 32 പോസിബിലിറ്റീസ് ഉണ്ട്. സോ ദ നമ്പർ ഓഫ് വേസ് ഓഫ് ലൈറ്റിംഗ് ദ റൂം എന്ന് പറയുന്നത് ഞാൻ 32 - 1 എന്ന് എഴുതും. അതെന്താ 32 - 1 എന്ന് എഴുതിയാൽ? ദിസ് ഇസ് ദ കേസ് വേർ ഓൾ ബൾബ്സ് ആർ ഇൻ ഓഫ് പൊസിഷൻ അല്ലെ? ഇതിൽ 2 പൊസിഷനിൽ ഇതിന്റെ അകത്തൊരു പോസിബിലിറ്റി, ഇത് ഓഫ്, ഇത് ഓഫ്, ഇത് ഓഫ്, ഇത് ഓഫ്, ഇത് ഓഫ്, എല്ലാം ഓഫ് ആയിട്ട് വരുന്ന ഒരു പോസിബിലിറ്റി. പക്ഷെ എല്ലാം ഓഫ് ആയി കിടന്നാൽ റൂം കത്തപ്പെട്ടു, റൂമിൽ ലൈറ്റ് കത്തി കിടക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമോ? പറയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നമ്മൾ എടുത്ത് കളയണം. സോ ദി ആൻസർ വിൽ ബിക്കം 32 - 1 which is 31 വേസിൽ നമ്മൾക്ക് 5 ബൾബ് ഒരു റൂമിനെ ലൈറ്റ് ആൻഡ് അപ്പ് ആക്കാം. ഇപ്പൊ 10 ബൾബ് ഉള്ളതാണെങ്കിൽ എന്താ പറ്റും? 2 raised to 10 - 1 വരും. ഏതാണ് ഈ -1 കേസ്? ഈ 10 ബൾബും ഓഫ് ആയി കിടക്കുന്ന കേസിന് നമ്മൾ എടുത്ത് കളയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൂമിനെ കത്തിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ ഇനിയിപ്പോ മോഡൽസ്, ഇതൊക്കെയാണ് ഒരു ബേസിക് മോഡൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി കാർ നമ്പർ പ്ലേറ്റ്സ് can be made if each plate contains 2 different letters of English alphabets followed by 3 different digits. ഇപ്പൊ എന്താ കേസ് എന്ന് പറയുന്നത്? ഒരു 5 സാധനങ്ങളുള്ള ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയാണ്. ആദ്യത്തെ 2 സ്ലോട്ട് നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. ഡിഫറെന്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റേ വെക്കത്തുള്ളൂ. അതിൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? 26. സെക്കൻഡ് പൊസിഷനിലും നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റേ പറ്റത്തുള്ളൂ, പക്ഷെ ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. അതായത് ഇവിടെ ഏത് യൂസ് ചെയ്തോ അതിവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതായത് ഈ സ്ലോട്ടിൽ നമുക്ക് 25 രീതിയിൽ വെക്കാൻ പറ്റും. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഫസ്റ്റ് സ്ലോട്ട് 26 രീതിയിലും സെക്കൻഡ് സ്ലോട്ട് 25 രീതിയിലും. ഈ കാര്യം പിടികിട്ടി.
ഇനി മൂന്നാമത്തെ സ്ലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ സ്ലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ ഡിജിറ്റ്സ് ആണ് വേണ്ടത് അല്ലെ? എത്ര ഡിജിറ്റ്സ് നമുക്ക് ടോട്ടൽ ഉള്ള? ടോട്ടൽ നമുക്ക് 10 ഡിജിറ്റ്സ് ഇല്ലേ? 0, 1, 2 എക്സെട്ര അപ് ടു 9. അതായത് 10 രീതിയിൽ ഇതിനെ ഫില്ല് ചെയ്യാലോ. ഇവിടെ ഫില്ല് ചെയ്ത നമ്പർ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതിന് 9 രീതിയിൽ ഇതിനെ ഫില്ല് ചെയ്യാം. ഇവിടെ 8 രീതിയിൽ ഇതിനെ ഫില്ല് ചെയ്യാം. So the answer will become 26 into 25 into 10 into 9 into 8. കാര്യം പിടിയിട്ടെ. ഫസ്റ്റ് സ്ലോട്ട് 26 രീതിയിൽ, സെക്കൻഡ് സ്ലോട്ട് 25 രീതിയിൽ. അവിടെ നമ്മൾ ആൽഫബറ്റ്സിന്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഡിജിറ്റ്സ് ആണ്. നമുക്കറിയാം 10 ഡിജിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് സ്ലോട്ടിൽ 10 ഡിജിറ്റ് രീതിയിൽ ചെയ്യാം, സെക്കൻഡ് സ്ലോട്ടിൽ 9 രീതിയിൽ ചെയ്യാം, ലാസ്റ്റ് സ്ലോട്ടിൽ 8 രീതിയിൽ. എന്താ ഇവിടെ 9 ആയി പോയത്? ഇവിടെ യൂസ് ചെയ്ത ഏതാണോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും യൂസ് ചെയ്ത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് 8 ആയി പോയത്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്തുന്ന പറഞ്ഞാൽ എഴുതാമല്ലോ, എഴുതാം. ഇതിന്റെ തന്നെ ഒരു ബി പാർട്ടായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ 0 is not allowed as the first digit. അപ്പൊ നമ്മൾ വീണ്ടും 5 ബോക്സുകൾ തുറക്കുകയാണ്. ആദ്യത്തെ 2 സ്ലോട്ടിലും കാര്യം സെയിം ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയതുകൊണ്ട് 26 രീതിയിൽ, ഇവിടെ 25 രീതിയിൽ. അത് കഴിഞ്ഞു. ഇനി ഡിജിറ്റ്സ് എടുക്കുമ്പോൾ ഇവിടെ 0 യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് 1 to 9 ഉള്ള ഏത് ഡിജിറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് 9 രീതിയിലേ ഇവിടെ ചെയ്യാൻ പറ്റും, 10 രീതിയിലല്ല. ഇവിടെ വരുമ്പോഴോ ഇവിടെ 0 യൂസ് ചെയ്യാം. കാരണം ആരും നിങ്ങളോട് പറയുന്നില്ല 0 രണ്ടാമത്തെ സ്ലോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നത്. 0 is not allowed as the first digit എന്ന് പറയാം. അതിന് ഇവിടെ 0 വരും. പക്ഷെ ഇവിടെ എന്ത് യൂസ് ചെയ്തോ അത് പറ്റത്തില്ല. ഇവിടെ യൂസ് ചെയ്ത ഏത് ഡിജിറ്റ് ആണോ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ 9 രീതിയിലേ പറ്റൂ. ഇവിടെയും യൂസ് ചെയ്തത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ 8 രീതിയിലേ പറ്റൂ. സോ ദി ആൻസർ വിൽ ബിക്കം 26 into 25 into 9 into 9 into 8 എന്ന് പറഞ്ഞ ഉത്തരം വരും. സോ ദി കറക്റ്റ് ആൻസർ should be 26 into 25 into 9 into 9 into 8. കാര്യം പിടികിട്ടിയല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന്റെ നല്ല ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങി. അടുത്ത 2 വീഡിയോസും കൂടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന്റെ തന്നെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ, ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്.